ഹലോ, ടാരോ വിത്ത് അനല. വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഈ വരുന്ന ഏപ്രിൽ മാസം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് 3 പൈൽസ് ഉണ്ട്. 1, 2, 3. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കളർ തിരഞ്ഞെടുക്കുക. കളർ അല്ലെങ്കിൽ നമ്പർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോയിലേക്ക് പോവാം. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ്, ഓറ റീഡിംഗ് എന്നീ ഫെസിലിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് എന്തൊക്കെയാണ് ഏപ്രിൽ മാസം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ബ്ലെസ്സിങ്സ് ഫോർ ഫയൽ നമ്പർ 1 in the month of April. എന്ത് ചലഞ്ചാണ് വരുന്നത് നോക്കാം. എന്താണ് ഒരു ഗൈഡൻസ്, ഒരു ഓവറോൾ എനർജി എന്തായിരിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. ഏപ്രിൽ മാസത്തിലെ ഓവറോൾ എനർജി. പേജ് ഓഫ് കപ്സ്, ടവർ കാർഡ്, ഓക്കെ, മജീഷ്യൻ. ക്വിക്കായിട്ട് നമുക്ക് ഈ റീഡിംഗ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് 4 കാർഡ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നോക്കാം. നിങ്ങളിലേക്ക് വരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഹീലിംഗ് ഉണ്ടാവുന്നുണ്ട്. കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില വേദനകൾ ഒന്ന് മാറി നിങ്ങൾ ഓക്കെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും വഴക്കുകളൊക്കെ ഇട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരാനോ അവരുടെ ഭാഗത്തു നിന്നൊരു അപ്പോളജി ഒക്കെ തരാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ ചില ആളുകളോട് സോറി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് ഈ മാസം അതിനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈഗോ മാറി നിൽക്കുകയാണ്. സ്വയം ക്ഷമ പറയാനാണെങ്കിലും മറ്റൊരാൾ ക്ഷമ പറയുമ്പോൾ അവരോട് ക്ഷമിക്കാനാണെങ്കിലും ഉള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതൊരു നല്ലൊരു ചേഞ്ചായിട്ടാണ് നമുക്ക് കാണേണ്ടത്. തകർന്നു പോയ ബന്ധങ്ങൾ പുതുക്കാനുള്ള ഒരു അവസരം ആണ്. ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ പാർട്ട്ണർഷിപ്പുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത്. അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഒരുപക്ഷെ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നുണ്ട്, അതുവരെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് പറയാനുള്ളത്. പിന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ടവർ കാർഡാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിരുന്ന പോലെയല്ല എന്ന് തിരിച്ചറിയേണ്ട ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ പതറിപ്പോകാതിരിക്കുക. മിഥ്യാധാരണകൾ ഉള്ളത് തകർക്കപ്പെടുകയാണ്. അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷേ ദാറ്റ് ഈസ് ഓക്കെ. കാരണം നമ്മൾ വഞ്ചിതരാകുന്ന ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതറിയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതായിരിക്കാം, പക്ഷേ ആ സത്യം തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഈ ഒരു വേദനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവും. തിരിച്ചറിയേണ്ട സത്യങ്ങൾ തിരിച്ചറിയപ്പെടുക തന്നെ വേണമല്ലോ. ഒരു ഓവറോൾ എനർജി ആയിട്ട് പറയാനുള്ളത് മജീഷ്യൻ എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചില മാനസിക പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാ റിസോഴ്സുകളും ഉണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടത്തിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും സൗകര്യങ്ങളും അതിനുള്ള റിസോഴ്സുകളും വിഭവങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് കാണുന്നില്ല, പക്ഷേ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള വിഭവശേഷി നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും പിടിച്ച് കയറി വരാനുള്ള ഒരു പവറും കൂടി ഉള്ള മാസമായിരിക്കും ഏപ്രിൽ മാസം എന്നുള്ളതാണ്. കാരണം മജീഷ്യൻ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരൊറ്റ മജീഷ്യൻ എനർജി കൊണ്ട് നിങ്ങൾക്കിതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് ഏപ്രിൽ മാസത്തിലേക്ക് വേണ്ടി തരാനുള്ളത്. താങ്ക് യു. ഓക്കെ, ഫയൽ നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് ഏപ്രിൽ മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹം, ഒരു ചലഞ്ച് എന്താണ് ഒരു ഗൈഡൻസ് ആൻഡ് ഓവറോൾ എനർജി ഫോർ
ഏപ്രിൽ. കാർഡ്സ് നോക്കാം. 2 ഓഫ് പെൻറ്റക്കിൾസ്, ഫുൾ കാർഡ്, 8 ഓഫ് സ്വോർഡ്സ്, പേജ് ഓഫ് വാണ്ട്സ്. ഓക്കെ, പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരേ സമയം നിങ്ങൾക്ക് പല ഓപ്ഷനുകൾ, മിനിമം 2 ഓപ്ഷൻ എങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ 2 ജോലി ഓഫറുകൾ, അല്ലെങ്കിൽ 2 പ്രപ്പോസലുകൾ, അതല്ലെങ്കിൽ എന്തൊക്കെയോ പുതിയ അവസരങ്ങളോ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, അതായത് ഒരു ഫൈനലായിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്ന് മാറ്റുരച്ച് നോക്കിയിട്ട് ഏതാണ് നല്ലത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേസമയം നിങ്ങളോട് റിസ്കുകൾ, ഈ മാസം റിസ്കുകൾ എടുക്കുന്നത് ഒന്ന് പോസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഗൈഡൻസ് ഇവിടെ വരുന്നുണ്ട്. ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ മുന്നിലുള്ള അപകടം കാണാതെ കണ്ണുമടച്ച് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ചാടാനുള്ള ഒരു സമയമല്ല. സൂക്ഷിക്കുക. റിസ്കുകൾ ഈ മാസം എടുക്കുന്നത് ഒഴിവാക്കാനാണ് ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള റിസ്കുകൾ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അതൊന്ന് പോസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അവിടെ കാർഡ്സിൽ കാണുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് 8 ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് ചില കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ആക്ച്വലി ഈ തടസ്സങ്ങൾ നിങ്ങളുടെ തലയുടെ ഉള്ളിലാണുള്ളത്. അതായത് നിങ്ങളുടെ ചിന്തകളിലാണ് ഈ തടസ്സങ്ങളുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ തടസ്സങ്ങളാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ തടസ്സമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തിനാണ് ഇത്തരമൊരു പ്രശ്നം വന്നിരുന്നതെങ്കിൽ നിങ്ങൾ അയാളോട് എങ്ങനെയായിരിക്കും ഒരു സൊല്യൂഷൻ കൊടുക്കുക? ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന്, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി നിന്നിട്ട് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ ചിന്തകളുടെ കെട്ടുപാടിൽപ്പെട്ട് നിങ്ങൾ കുരുങ്ങി നിൽക്കുന്നതായിട്ടാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഓവറോൾ എനർജി ഓഫ് ദിസ് മന്ത് എന്ന് പറയുന്നത് പേജ് ഓഫ് വാണ്ട്സ് ആണ്. പുതിയ കുറച്ച് താല്പര്യങ്ങൾ, പുതിയ ഇഷ്ടങ്ങൾ, പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഒക്കെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വാണ്ട് എനർജിയാണ്. അത് നമ്മുടെ പാഷനുകളെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് നിങ്ങൾ നിർത്തിവെച്ചിരുന്ന നിങ്ങളുടെ എന്തെങ്കിലും പാഷൻ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. പ്രവാസികളൊക്കെ ആണെങ്കിൽ നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം ചിലപ്പോൾ ഉണ്ടായേക്കാം. വീണ്ടും ഒരു റിസ്ക് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. റിസ്കുകൾ എടുക്കാൻ പറ്റിയ ഒരു സമയമല്ല. അത്തരം ചിന്തകൾ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു മാസമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇതാണ് നിങ്ങൾക്കുള്ള ഏപ്രിൽ മാസത്തേക്കുള്ള എനർജി റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ഓവറോൾ ഗൈഡൻസ്, ഓവറോൾ എനർജി ഓഫ് ദ മന്ത്. 7 of Swords, Death card, Ace of Wands and Queen of Cups ആണ്. ഒരു മാനസികമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലെവലാകുന്ന ഒരു മാസമായിരിക്കും. പ്രശ്നങ്ങൾ ഒരുപക്ഷെ മാറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മാനസിക പക്വത വരുന്ന ഒരു മാസമായിരിക്കും. ആദ്യം തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു അനുഗ്രഹം ആയിട്ട് പറയാനുള്ളത് 7 of Swords ആണ്. ചില ആളുകൾ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട്, അല്ലെങ്കിൽ അത് ഓൾറെഡി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ദുഷ്ടലാക്കുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാനുള്ള, സ്വന്തം കാര്യം സേഫാക്കി വയ്ക്കാനുള്ള ഒരു കഴിവ് ഈ മാസം ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ ഇടപെടൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു നെഗറ്റീവ് അടിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടതില്ലാത്ത നിങ്ങളുടെ കാര്യങ്ങൾ സേഫായിട്ട് മാറ്റിവെക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ മാസം കിട്ടുന്നതാണ്. ചില കാര്യങ്ങളിൽ നമുക്കൊരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. ചില മാറ്റങ്ങൾ, മാനസികമായിട്ട് ചില മാറ്റങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്.
പഴയ കാലത്തു നിന്നുള്ള ചില ഓർമ്മകൾ, വേദനകൾ അതൊക്കെ വിട്ടുകളയാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പഴയ ഐഡൻറ്റിറ്റി, നിങ്ങൾ ഇതുവരെ ആയിരുന്ന ഒരു ഐഡൻറ്റിറ്റി മാറ്റി പുതിയൊരാളായി മാറാനുള്ള, ചില കാര്യങ്ങളിലെങ്കിലും പുതിയൊരാളായി മാറാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഡെത്ത് കാർഡും ഈ ക്വീൻ ഓഫ് കപ്സും ഒരുമിച്ച് ചേർത്ത് വേണം വായിക്കാനായിട്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്കാണ് വരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ, പ്രശ്നങ്ങൾ പലതും നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് ഒരു എല്ലാത്തിനെയും ഒരു സമതുലനാവസ്ഥയിൽ കാണാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു പോക്ക് എങ്ങോട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അറിവും കഴിവും പ്രാപ്തിയും നിങ്ങൾക്ക് ഈ മാസം വരുന്നുണ്ട്. എന്തോ ചില ഐഡിയാസ് പുതിയതായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊന്നും വിട്ട് കളയരുത്. ഒരു പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ചില ഐഡിയാസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഐഡിയാസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്കതിനെ ഒരു ഫ്ലറിഷ് ചെയ്ത് വലിയൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഐഡിയ നിങ്ങൾ വിട്ടുകളയാതെ മൈൻഡിൽ സൂക്ഷിക്കാനാണ് ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.